മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരുടെയും സ്കൂളും എക്സാം പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? സോ നമ്മള് +1 മാത്സിലെ 8th ചാപ്റ്റർ ആയിട്ടുള്ള സീക്വൻസസ് ആൻഡ് സീരീസ് ഈ ഒരൊറ്റ വീഡിയോയിൽ അങ്ങ് സെറ്റ് ആക്കാൻ പോവാണ്. സീക്വൻസ് ആൻഡ് സീരീസ് വളരെ ചെറിയൊരു ചാപ്റ്റർ ആണ്, എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ്. 4 മാർക്കാണ് ചാപ്റ്ററിന്റെ വെയിറ്റേജ്. നിങ്ങൾക്ക് അറിയാം, ഇതിൽ നമുക്ക് ആകെ പഠിക്കാനുള്ളത് എന്താ? GPA കുറിച്ചാണ് അല്ലെ, അതായത് ജിയോമെട്രിക് പ്രോഗ്രഷൻ. അതിന്റെ nth ടേം എന്താണ്, സം എന്താണ്, റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യൻസ് പല രീതിയിൽ വരാറുണ്ട്, പക്ഷെ എങ്കിലും ആ ഒരു പാറ്റേൺ മനസ്സിലായി കഴിഞ്ഞാൽ അത് തന്നെയാണ് തിരിച്ചും മറിച്ചും എക്സാമിനും ചോദിക്കാറുള്ളത്. സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയും. നന്നായിട്ട് പഠിക്കുക, കംപ്ലീറ്റ് ശ്രദ്ധിച്ചിരുന്ന് കംപ്ലീറ്റ് വീഡിയോ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? യെസ്. അപ്പൊ സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുമ്പോൾ ആദ്യം സീക്വൻസ് എന്താ, സീരീസ് എന്താ നമുക്കൊന്ന് പറഞ്ഞു പോവാം അല്ലെ. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. എന്താ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞാൽ? സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നമ്പേഴ്സിനെ ഒരു ഓർഡറിൽ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിനെയല്ല നമ്മൾ സീക്വൻസ് വിളിക്കുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 4, 6, 8 എക്സെട്ര എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ സീക്വൻസ്. ഇതിൽ ഫസ്റ്റ് ടേം എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? 2 എന്ന് പറയാം അല്ലെ. സെക്കൻഡ് ടേം ചോദിച്ചാൽ 4 എന്ന് പറയും. ഫോർത്ത് ടേം ചോദിച്ചാൽ 8 എന്ന് പറയും. ഈ രീതിയിൽ കുറച്ച് നമ്പേഴ്സിനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ ലിസ്റ്റ് ചെയ്താൽ ഇറ്റ് ഇസ് എ സീക്വൻസ്. ആൻഡ് ഇവരെ നമ്മൾ എങ്ങനെയാണ് നൊട്ടേഷൻ കൊടുക്കാറുള്ളത്? ഫസ്റ്റ് ടേമിനെ നമ്മൾ വിളിക്കുക A1 എന്നാണ്, സെക്കൻഡ് ടേമിനെയോ A2 എന്ന് വിളിക്കും. അതേപോലെ ജനറൽ ആയിട്ട് ഒരു nth ടേമിനെ നമ്മൾ എങ്ങനെ നൊട്ടേഷൻ കൊടുക്കുക? nth ടേമിനെ നമ്മൾ AN എന്ന് വിളിക്കും. സോ AN എന്ന് പറഞ്ഞാൽ nth ടേം ആണ്. അപ്പൊ AN കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? A10ഉം A20ഉം A5ഉം അങ്ങനെ എല്ലാ ടേംസും ഫൈൻഡ് ചെയ്യാൻ പറ്റും. കാരണം എന്നിന് വരെ നമ്മൾ 2, 3, 4, 5, 10 എന്നൊക്കെ പറഞ്ഞ് വാല്യൂസ് മാറ്റി മാറ്റി കൊടുത്ത എല്ലാ ടേംസും നമുക്ക് ജനറൽ ടേമിൽ നിന്ന് കിട്ടും. അതാണ് ജനറൽ ടേമിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ സീക്വൻസ് എന്താണെന്ന് നമുക്കറിയാം. ഇനി എന്താ ഈ സീരീസ് എന്ന് പറയുന്നത്? കാരണം സീരീസ് നമ്മൾ എപ്പോഴും ഒരു സീക്വൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാട്ടോ പറയാം. അപ്പൊ നമുക്ക് ഇപ്പൊ പറഞ്ഞ സീക്വൻസ് തന്നെ കൺസിഡർ ചെയ്യാം. 2, 4, 6, 8 എക്സെട്ര. എന്താണെന്നറിയോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീരീസ്? ഒന്നുമില്ല. സീക്വൻസിൽ നമ്മൾ ഈ കോമ ഇട്ടിട്ടല്ലേ നമ്പേഴ്സിന് എഴുതുന്നേ. അതിന് പകരം നിങ്ങൾ എന്ത് കൊടുക്കുക? പ്ലസ് കൊടുക്കുക. 2 + 4 + 6 + 8 + എക്സെട്ര. ഒരിക്കലും ഇതിന്റെ സമ്മ് കണ്ടിട്ട് 100, 120 എന്നൊന്നും പറഞ്ഞ് എഴുതി വെക്കരുത് കേട്ടോ. ഈ ഒരു എക്സ്പ്രഷനെ നമ്മൾ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു പ്ലസ് 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 എന്ന് പറഞ്ഞിട്ട് ആ ഒരു സമ്മേഷൻ ഫോർമാറ്റിൽ എഴുതിയ ആ ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ സീരീസ് അസോസിയേറ്റഡ് വിത്ത് ദ സീക്വൻസ് 2, 4, 6, 8 എക്സെട്ര എന്ന് വിളിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സീക്വൻസ്, ഇത് നമ്മുടെ കറസ്പോണ്ടിങ് സീരീസ് ആണ്. ക്ലിയർ? ഇനി നമുക്കിവിടെ ഫോക്കസ് ചെയ്യാനുള്ളത് ജിയോമെട്രിക് പ്രോഗ്രഷനിലാണ്. ബിഫോർ ദാറ്റ് nth ടേം തന്നാൽ ഒരു ടേം എങ്ങനെയാ ഫൈൻഡ് ചെയ്യാൻ നമുക്കൊന്നൊരു എക്സാമ്പിൾ പഠിക്കാം അല്ലെ. നോക്കിക്കേ, തേർഡ് ടേം ഓഫ് ദ സീക്വൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഹൂസ് nth ടേം ഈസ് 3/2 raised to n+1. അപ്പൊ ഇവിടെ nth ടേം തന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു nth ടേം എന്ന് പറഞ്ഞാൽ an അല്ലെ. സോ an എത്രയാ തന്നിട്ടുള്ളത്? 3/2 raised to n+1 ആണ് ചോദിച്ചിട്ടുള്ളത്. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്താടാ? A3 ആണ് അല്ലെ. സോ എങ്ങനെ A3 ഫൈൻഡ് ചെയ്യാം? A3 ഫൈൻഡ് ചെയ്യാൻ നമ്മൾ എന്നിന് പകരം 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമ്പിൾ. സോ 3/2 raised to എന്നിന് പകരം 3 കൊടുത്താ 3+1. സോ 3/2 raised to 3+1 എന്താടാ? 4 ആണ്. ഇതെങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? സംതിങ് ബൈ സംതിങ് അല്ലെ. പവർ മുകളിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടാൾക്കും പവർ കൊടുക്കണം. അതായത് 3/4 / 2/4. 3/4 എന്താ? 9 × 9 81 എന്ന് വരും. 2/4 2² 4 ആണ്. 4 × 4 16 എന്ന് വരും അല്ലെ. സോ 81/16. ഇതാണ് നമ്മുടെ ഏത് ടേം? തേർഡ് ടേം എന്ന് പറയുന്നത്. തേർഡ് ടേം മാത്രമൊന്നും അല്ല കേട്ടോ, ഫിഫ്ത്ത് ടേമും സെക്കൻഡ് ടേമും 10th ടേമും ഒക്കെ നിങ്ങൾക്ക് എന്ത് വെച്ച് ഫൈൻഡ് ചെയ്യാം? ജനറൽ ടേം വെച്ച് ഫൈൻഡ് ചെയ്യാം. സോ നമ്മൾ GP പഠിച്ച ജനറൽ ടേമിലേക്കൊക്കെ കടക്കും. GPയുടെ ജനറൽ ടേമിലേക്ക് വാട്ട് ഇസ് എ GP? പെട്ടെന്ന് നമുക്ക് പറയാം എന്താണ് ഒരു GP എന്ന് പറഞ്ഞാൽ. നമുക്ക് എക്സാമ്പിളിൽ തന്നെ തുടങ്ങാം. നമ്മൾ നേരത്തെ എഴുതിയ സീക്വൻസ് എങ്ങനെയായിരുന്നു? 2, 4, 6, 8 എക്സെട്ര എന്നായിരുന്നു അല്ലെ. ഞാൻ അതിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുകയാണേ. 2, 4, 8, 6 എനിക്ക് എഴുതാൻ മറന്നതല്ല കേട്ടോ. സോ അടുത്ത ഞാൻ എഴുതുന്നത് 8 കഴിഞ്ഞാൽ പിന്നെ 16 ആയിക്കോട്ടെ. ഇതാണ് എന്റെ സീക്വൻസ്. ഞാൻ ഇതിനെ GP എന്ന് വിളിക്കും. കാരണം എന്താ? കാരണം സിമ്പിൾ ആണ്. ഇവിടെ ഞാൻ എന്താ ചെയ്യുന്നത്? 2 കഴിഞ്ഞാൽ 4 ആണ്, 4 കഴിഞ്ഞാൽ 8 ആണ്, പിന്നെ 16 ആണ് അല്ലെ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ 2നെ ഞാൻ × 2 ചെയ്താൽ എനിക്ക് 4 കിട്ടും. കറക്റ്റ് അല്ലേ? 2 × 2 4 ആണ്. ഇതേ 2 ഞാൻ അടുത്ത 4ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് 8 എന്ന് കിട്ടും. 4 × 2 8. And again 8 × 2 is 16. ഇതാണ് GP. അതായത് ഒരു കോൺസ്റ്റന്റ് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സീക്വൻസ്. അതിനാണ് നമ്മൾ GP എന്ന് പറയാ. AP എന്തായിരുന്നു? അരിത്മെറ്റിക് പ്രോഗ്രഷൻ. ഇതേപോലെ ഒരു കോൺസ്റ്റന്റ് നമ്പർ നമ്മൾ ഇങ്ങനെ പ്ലസ് ചെയ്ത് കൊടുക്കായിരുന്നു അല്ലെ. ശരിക്കും 2, 4, 6, 8 എക്സെട്ര എന്ന് പറഞ്ഞാൽ അതൊരു AP ആ. അടുത്ത കോമൺ ഡിഫറൻസ് എന്താ? 2 ആ. ഇവിടെ GP ആണ് സംഗതി. മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ GP എന്നാ പറയാ. ആൻഡ് GPയിൽ നമ്മൾ ഈ ഒരു കോൺസ്റ്റന്റിനെ എന്താണെന്നറിയോ വിളിക്കുക? ഇങ്ങനെ കോമൺ ആയിട്ട് നമ്മൾ കോൺസ്റ്റന്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ലേ, അയാളെ നമ്മൾ വിളിക്കുക കോമൺ റേഷ്യോ എന്നാണ്.
സോ ഈ ഒരു കേസിൽ കോമൺ റേഷ്യോ എന്താടാ 2 ആണ്. ജനറലി നമ്മൾ കോമൺ റേഷ്യോ നൊട്ടേഷൻ എന്താണെന്ന് അറിയോ കൊടുക്കുക R എന്നാണ്. സോ ഹിയർ R is equal to 2 എന്ന് നമുക്ക് പറയാം. അതേപോലെ ജി പിയിലെ ഫസ്റ്റ് ടേമിനെ നമ്മൾ നൊട്ടേഷൻ കൊടുക്കുക. ഫസ്റ്റ് ടേം എന്താ? ഫസ്റ്റ് ടേം A ആണ്. ആൻഡ് ഹിയർ Aയും 2 ആണ്. സോ ചുരുക്കി പറഞ്ഞ ഇത് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും 2 ആയിട്ട് വരുന്ന ഒരു ജി പി ആണ്. 2, 4, 8, 16 എക്സെട്ര എന്ന് പറയുന്നത്. നമ്മൾ സീക്വൻസ് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് എന്നൊക്കെ പറയാറില്ലേ? അതായത് നമുക്കൊരു n നമ്പർ ഓഫ് ടേംസ് ആകുമ്പോൾ 10, 20 എന്നൊക്കെ പറഞ്ഞൊരു നമ്പർ ഓഫ് ടേംസ് ഫൈനൈറ്റ് ആകുമ്പോൾ നമ്മൾ അതിനെ ഫൈനൈറ്റ് സീക്വൻസ് എന്ന് വിളിക്കും. ഇവിടെ നോക്കിക്കേ, ഇൻഫൈനൈറ്റ് ആയിട്ടല്ലേ പോകുന്നത്. അതായത് ഇത് എൻഡ് ചെയ്യുന്നില്ല. 16 കഴിഞ്ഞാൽ പിന്നെ അടുത്ത 32 വരും. അങ്ങനെ പോവാണ്. സോ അത് നമ്മൾ ഇൻഫൈനൈറ്റ് ആണെന്നാ പറയാം. അപ്പൊ ജി പിയുടെ കേസിലും നമുക്ക് ഫൈനൈറ്റ് സീക്വൻസും ഫൈനൈറ്റ് ജി പിയും ഇൻഫൈനൈറ്റ് ജി പിയും ഒക്കെ പറയാൻ പറ്റും കേട്ടോ. എവിടെ വെച്ചെങ്കിലും നമുക്ക് നിർത്തണമെങ്കിൽ നമുക്ക് അവിടെ വരെ ഉള്ളൂ ഫൈനൈറ്റ് ആണെന്ന് പറയാം. ഇനി നിർത്താണ്ട് ഇങ്ങനെ എൻഡ് ചെയ്യാണ്ട് പോവുകയാണെങ്കിൽ അത് ഇൻഫൈനൈറ്റ് ജി പി ആണ് എന്നും പറയാം. സോ ജി പിയിൽ ബേസിക്കലി എന്താ സംഭവിക്കുന്നത്? ഒരു കോമൺ റേഷ്യോ ഉണ്ടാവും. അയാളെ മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളൊരു സീക്വൻസ് ഫോം ചെയ്യും. ഇടയ്ക്ക് വെച്ചിട്ട് 2 മാറ്റി എന്നാൽ പിന്നെ ഇനി മുതൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചാൽ നടക്കൂല കേട്ടോ. ആ ഒരൊറ്റ നമ്പർ ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകും. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഏത് ടേമിൽ നിന്നും തൊട്ട് മുന്നിലുള്ള ടേം ഡിവൈഡ് ചെയ്താൽ എനിക്ക് കോമൺ റേഷ്യോ ആണ് കിട്ടുക. നോക്കിക്കേ, 4/2 2, 8/4 2, 16/8 2. സോ ഈ രീതിയിൽ ഒരു ടേമിൽ നിന്ന് തൊട്ട് മുന്നിലുള്ള ടേം ഡിവൈഡ് ചെയ്താൽ ജി പിയിൽ നമുക്ക് കോമൺ റേഷ്യോ കിട്ടും. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ ജനറൽ ടേം ഓഫ് ജി പി? പഠിച്ചു വെച്ചോ. ജി പിയുടെ nth ടേം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോടാ? ജി പിയുടെ nth ടേം, അതായത് ഫസ്റ്റ് ടേമും 6 കോമൺ റേഷ്യോയുമായിട്ടുള്ള നമ്മുടെ ജി പിയുടെ nth ടേമിനെ നമ്മൾ an എന്ന് വിളിക്കും. an എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് AR⁻n-1. ഫസ്റ്റ് ടേം ഇൻറ്റു R⁻n-1. അപ്പൊ A10 എന്തായിരിക്കും? AR⁻10-1, അതായത് AR⁻9 എന്ന് വരും. A20 എന്തായിരിക്കും? A ഇൻറ്റു R⁻20-1, അതായത് AR⁻19. ഈ രീതിയിൽ നമുക്ക് an കിട്ടിയാൽ എല്ലാ ടേംസും ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ an നമ്മൾ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? an എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് A ഇൻറ്റു R⁻n-1. ക്ലിയർ അല്ലേ? സോ AR⁻n-1 ആണ് ജി പിയുടെ nth ടേം എന്നുള്ള സംഗതി ഓർത്ത് വെക്കാം. ഇനി നമുക്ക് സം ഓഫ് ജി പി കൂടി പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. സം ഓഫ് ജി പി എന്താ? സം ഓഫ് ജി പി ശരിക്കും നമുക്ക് 2 കേസ് ആയിട്ട് പറയാം കേട്ടോ. കേസ് 1 എന്ന് പറഞ്ഞാൽ കേസ് 1 എന്താണെന്നറിയോ? R=1 ആവുന്ന കേസ്. അതായത് നമ്മുടെ കോമൺ റേഷ്യോ 1 ആവുന്ന കേസ്. കോമൺ റേഷ്യോക്ക് എന്താ 1 ആയിക്കൂടെ? ഒബ്വിയസ്ലി 5 ആണ് ഫസ്റ്റ് ടേം എന്ന് വിചാരിക്കാം. 5 × 1 അടുത്ത ടേം 5 തന്നെ കിട്ടും. പിന്നെയും ഇൻറ്റു 1 ചെയ്താൽ 5 തന്നെ കിട്ടും. ചുരുക്കി പറഞ്ഞാൽ കോമൺ റേഷ്യോ 1 ആണെങ്കിൽ നമുക്കൊരു കോൺസ്റ്റന്റ് സീക്വൻസ് ആയിട്ട് അതിനെ നമുക്ക് ജി പിയുടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. സോ ജനറലി പറയുകയാണെങ്കിൽ A ആണ് ഫസ്റ്റ് ടേം എങ്കിൽ കോമൺ റേഷ്യോ 1 ആണെങ്കിൽ സെക്കൻഡ് ടേമും A ആയിരിക്കും, തേർഡ് ടേമും A ആയിരിക്കും. അങ്ങനെ ടേംസ് പോകും. അപ്പൊ അങ്ങനെയുള്ള n ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വരിക? A plus etc plus A. n ടൈംസ് നമ്മൾ A തന്നെ ആഡ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ സം Sn എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് n × A എന്നാണ് വരിക. അപ്പൊ R=1 ആണെങ്കിൽ നമ്മുടെ സം NA ആണ്. R=1 ആണെങ്കിൽ നമ്മുടെ സം NA ആണ്. ഇനി R⁻ ആവുന്നതാണ് നമ്മുടെ സെക്കൻഡ് കേസ്. അപ്പൊ വാട്ട് ഇസ് കേസ് 2? കേസ് 2 എന്ന് പറഞ്ഞാൽ ഇല്ലടാ R⁻1. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് കേസ്. കേസ് 1 ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ട് പോലും ഉണ്ടാവില്ല. R⁻1 ആണ് നമ്മൾ പഠിക്കുന്ന ജി പിയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്, സമ്മിന്റെ ഇക്വേഷൻ. സോ R⁻1 ആണെങ്കിൽ സമ്മിന്റെ ഇക്വേഷൻ എന്താണെന്നറിയോ? ഇറ്റ് ഈസ് Sn is equal to, 2 രീതിയിൽ നമ്മൾ പറയാറുണ്ട്. ഇറ്റ് ഈസ് A × R⁻n-1 by R⁻1. ഓർ മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ Sn എന്ന് പറയുന്നത് A × 1 - R⁻n by 1 - R ആണ്. ഇത് രണ്ടും ജി പിയുടെ സമ്മിന്റെ ഇക്വേഷൻ ആണ് n ടേംസിൽ കേട്ടോ. സോ ഒരു ജി പി തന്നാൽ അതിന്റെ ഫസ്റ്റ് ടേം എയും 6 കോമൺ റേഷ്യോയും ആണെങ്കിൽ n ടേംസിന്റെ സമ്മ് A × R⁻n-1 by R⁻1 അല്ലെങ്കിൽ A × 1 - R⁻n by 1 - R ആണ്. ചിലപ്പോൾ നിങ്ങൾ ഇത് മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അത് മതി, എല്ലാ ക്വസ്റ്റനിലും അത് മതി. ഇത് രണ്ടും നമുക്ക് ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം. പൊതുവേ നമ്മൾ ചെയ്യാറുള്ളത് കോമൺ റേഷ്യോ 1-നേക്കാളും വലുതാവുമ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുക. കാരണം ഇവിടെ R⁻1 വലിയ R ആകുമ്പോൾ 1-നേക്കാളും വലിയ R ആകുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് കിട്ടും. അതേപോലെ കോമൺ റേഷ്യോ 1-നേക്കാളും ചെറുതാവുമ്പോഴാണ് നമ്മൾ സെക്കൻഡ് യൂസ് ചെയ്യുക. കാരണം അവിടെ 1 - R എന്നാലേ. അപ്പൊ R 1-നേക്കാളും ചെറുതാവുമ്പോഴാണ് നമുക്കൊരു പോസിറ്റീവ് ക്വാണ്ടിറ്റി കിട്ടുക. രണ്ടും ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാം. കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. സോ ഇതാണ് നമ്മുടെ Sn-ന്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് ജി പിയിൽ ശരിക്കും മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് അവസാനത്തേക്ക് വരും. എങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് nth ടേം AR⁻n-1 ആണ്. സം എന്ന് പറയുന്നത് ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ ആയിട്ട് പഠിച്ചേക്കാം. ഇനി നമ്മൾ നേരെ ക്വസ്റ്റ്യൻസിലേക്ക് ട്രാക്ക് മാറ്റുകയാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് for what values of x the numbers 4/3, x,
3/4 are in GP. എന്ത് വാല്യൂ ഓഫ് എക്സ് കൊടുക്കുമ്പോഴാണ് 4/3 x 3/4 GP ലാവുക? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. സോ എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? GP കിട്ടുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് നോക്കാം. നമ്മുടെ കയ്യിലുള്ളത് 4/3 x 3/4 ആണ്. നമുക്ക് വേണ്ടത് ഒരു GP ആണ് അല്ലെ. എക്സിന് ഏത് വാല്യൂ കൊടുക്കുമ്പോൾ ഇതൊരു GP ആവും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പക്ഷെ GPയുടെ കണ്ടീഷൻ നമുക്കറിയാം. GPയില് നമ്മൾ പറഞ്ഞു സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ചെയ്താലും തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം ചെയ്താലും ഇനി ഏത് ടേമിന്ന് അതിന്റെ തൊട്ട് മുന്നേയുള്ള ടേം ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടിയ കോമൺ റേഷ്യോ ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ടേം ആയിട്ടുള്ള എക്സിൽ നിന്ന് ഫസ്റ്റ് ടേം ആയിട്ടുള്ള 4/3 ഡിവൈഡ് ചെയ്താലും തേർഡ് ടേം ആയിട്ടുള്ള 3/4 നിന്ന് സെക്കൻഡ് ടേം ആയിട്ടുള്ള എക്സ് ഡിവൈഡ് ചെയ്താലും സെയിം ആയിരിക്കും കിട്ടുക. അതായിരിക്കും നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. സോ GP ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു തേർഡ് ടേം ബൈ സെക്കൻഡ് ടേം എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ക്രോസ് ചെയ്യാണേ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ എന്ന് വരും. 4/3 ഞാൻ അപ്പുറത്തേക്ക് എടുക്കുമ്പോഴേ 3/4 ഇൻറ്റു 4/3 എന്ന് വരും. അതായത് 4ഉം 4ഉം 3ഉം 3ഉം ഒക്കെ ക്യാൻസൽ ചെയ്താൽ എനിക്ക് 1 എന്ന് കിട്ടും. എക്സ് സ്ക്വയർ 1 ആണെങ്കിൽ വാട്ട് വിൽ ബി ദി വാല്യൂ ഓഫ് എക്സ്? എക്സ് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 എന്ന് വരും. അപ്പൊ ഏത് വാല്യൂ ഓഫ് എക്സിനാണ് നമുക്ക് ഈ പറയുന്ന സംഗതി ഒരു GP ആയിട്ട് മാറുക? എക്സ് 1 ആകുമ്പോഴും മൈനസ് 1 ആകുമ്പോഴും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഫൈൻഡ് ദി nth ടേം ഓഫ് ദി GP √3 3 3√3 എക്സെട്ര. ഒരു GP തന്നിട്ടേ നമ്മളോട് അതിന്റെ nth ടേം കാണാൻ വേണ്ടി പറയാനും വളരെ എളുപ്പമാണ് അല്ലെ. ഡയറക്റ്റ് ആയിട്ട് GP തന്നിട്ടുണ്ട്. √3 3 3√3 അല്ലെ. √3 3 3√3 എക്സെട്ര. ആദ്യം nth ടേം ഒക്കെ കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും അറിയണം അല്ലെ. ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്താടാ? a എന്ന് പറഞ്ഞാൽ √3 ആണ്. സിമ്പിൾ. ഫസ്റ്റ് ടേം എഴുതാൻ നമ്മൾ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. വാട്ട് അബൌട്ട് കോമൺ റേഷ്യോ? കോമൺ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ നമ്പർ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം അല്ലെ. സോ ഇവിടെ നമുക്കറിയാം √3 ഇൻറ്റു √3 ചെയ്യുമ്പോഴല്ലടാ നമുക്ക് 3 എന്ന് കിട്ടുക. ആൻഡ് 3 ഇൻറ്റു √3 ചെയ്യുമ്പോഴാണ് 3√3 എന്ന് കിട്ടുക. ഈ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ആളാരാ? √3 ആണ്. സിമ്പിൾ. അപ്പൊ അയാൾ തന്നെയാണ് നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഫൈൻഡ് ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യാം? ഒരു ടേമിൽ നിന്ന് തൊട്ട് മുന്നേയുള്ള ടേം ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 3√3/3 ചെയ്താൽ എന്താ സംഭവിക്കുക? 3ഉം 3ഉം ക്യാൻസൽ ആയിട്ട് √3 എന്ന് കിട്ടും. എങ്ങനെയായാലും കോമൺ റേഷ്യോ √3 എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം. എയും ആറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് nth ടേം ആണ്. വാട്ട് ഇസ് an? an is equal to ar raised to n-1. എക്ക് പകരം √3 എന്ന് കൊടുത്താൽ √3 ഇൻറ്റു ആറിന് പകരം √3 എന്ന് കൊടുക്കുക. സോ √3 ഇൻറ്റു √3 raised to n-1 എന്ന് കിട്ടും. എന്നിനും ആരും ഒന്നും കൊടുക്കാനില്ല, കാരണം ജനറൽ ടേം അവിടെ n അങ്ങനെ തന്നെ നിൽക്കും. ഇനി √3 ഇൻറ്റു √3 raised to n-1 എന്ന് പറഞ്ഞാൽ ശരിക്കും √3 എന്ന് പറഞ്ഞാൽ √3 raised to 1 അല്ലെ. അപ്പൊ ഒരേ ആൾക്കാരുടെ ഡിഫറെന്റ് പവേഴ്സ്, അതായത് നമ്മൾ ഈ a raised to m ഇൻറ്റു a raised to n എങ്ങനെയായിരുന്നു ചെയ്യുക? a raised to m plus n എന്നല്ലടാ. അതേപോലെ എനിക്ക് ഇവിടെയും √3 raised to 1 ഇൻറ്റു √3 raised to n-1 അല്ലേ. 1 plus n-1 എന്ന് എനിക്ക് ചെയ്യാം √3യുടെ പവർ ആയിട്ട്. സോ എനിക്ക് ആൻസർ എന്താ കിട്ടുക? √3 raised to 1 plus n-1 എന്ന് പറയുമ്പോൾ 1ഉം -1ഉം ക്യാൻസൽ ആവും. √3 raised to n എന്ന് കിട്ടും. സോ വാട്ട് ഇസ് an? an is equal to √3 raised to n. ജനറൽ ടേം നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനി ഇതിന്റെ കൂടെ തന്നെ നിങ്ങളോട് ചോദിക്കുകയാണ് a10 കൂടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? a10 എന്ന് പറഞ്ഞാൽ ഈ ജനറൽ ടേമിലും n പകരം 10 കൊടുത്താൽ മതി. സോ √3 raised to 10 എന്ന് കിട്ടും. a20 ചോദിച്ചാൽ √3 raised to 20 എന്ന് കിട്ടും. ഈ രീതിയിൽ ഒരു സീക്വൻസ്, ഏത് സീക്വൻസും ആയിക്കോട്ടെ, നമുക്ക് അതിന്റെ ജനറൽ ടേമും സ്പെസിഫിക് ടേംസും എഴുതാൻ വേണ്ടി പറ്റണം. അടുത്ത ക്വസ്റ്റനിലേക്ക് കടന്നാലോ. ഇൻ GP തേർഡ് ടേം is 24 and sixth term is 192. Find the 10th term. GPയിൽ പൊതുവെ നേരത്തെ ചോദിച്ച പോലെ ഭയങ്കര ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറൊന്നുമില്ല. ഇച്ചിരി ഒരു തല തിരിഞ്ഞിട്ട്, അതായത് ഇപ്പൊ 10th term ഫൈൻഡ് ചെയ്യണമെങ്കിൽ നല്ലപോലെ എയും ആറും തരുന്നതിന് പകരം തന്നിട്ടുള്ളത് എന്താ? 6th termഉം 3rd termഉം ആണ്. ഇങ്ങനെയൊക്കെ തരാറുണ്ട്. ഏതൊക്കെയോ ടേം തരും, എന്നിട്ട് ആരുടെയൊക്കെയോ സം ചോദിക്കും, അല്ലെങ്കിൽ ഏതൊക്കെയോ വേറെ ഏതൊക്കെയോ ടേം ചോദിക്കും, അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. സോ ഇവിടെ നോക്കിക്കോ, തേർഡ് ടേം 24 ആണെന്ന് പറഞ്ഞാൽ a3 24 ആണ്. സിമ്പിൾ. 6th term 192 എന്ന് പറഞ്ഞാൽ a6 192 ആണ്. അതിലും കുഴപ്പമൊന്നുമില്ല. ഇനി എന്താ ഈ a3 എന്ന് പറഞ്ഞാൽ? a3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ar raised to 3 - 1. an എന്താടാ? ar raised to n-1 ആണ്. അപ്പൊ a3 എന്ന് പറഞ്ഞാൽ ar raised to 3 - 1, അതായത് ar സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 24. ar സ്ക്വയർ 24 എന്നാണ് നമുക്ക് കിട്ടിയത്. അതേപോലെ a6 എന്ന് പറഞ്ഞാൽ ar raised to 6 - 1, അതായത് ar raised to 5 192 ആണ്. നമുക്കിപ്പോ രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എയും ആറും ഫൈൻഡ് ചെയ്താൽ എന്ത് ഫോം ചെയ്യാൻ പറ്റും? നമുക്ക് GPയുടെ ബാക്കി എല്ലാ ടേംസും സമ്മും ഒക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. സോ 10th ടേം കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ടത് ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും ആണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ രണ്ട് ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെയാ 6 ഫൈൻഡ് ചെയ്യാൻ പറ്റുക? കോമൺ റേഷ്യോ
എടാ ഈ സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഡിവൈഡ് ചെയ്താൽ പോരെ. അതായത് AR⁵ എന്ന് ചെയ്താലേ എയും ക്യാൻസൽ ആവും, ആർ ടേംസ് മാത്രമേ ബാക്കി ഉണ്ടാവുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആറ് ഫൈൻഡ് ചെയ്യാം. സോ ഇങ്ങനത്തെ കാര്യങ്ങൾ AP നമ്മൾ പൊതുവേ ഡിഫറൻസിലായിരുന്നു കളിക്കാറുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മുടെ പരിപാടികൾ GP വരുമ്പോൾ കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്യുകയാണ്. AR⁵ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? റൈറ്റ് സൈഡിൽ 192 ഡിവൈഡഡ് ബൈ 24 എന്ന് വരും. അതായത് ലെഫ്റ്റും റൈറ്റും നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതി വെച്ചു. ഇനി എയും എന്തായിട്ട് പോകും? ക്യാൻസൽ ആയി പോകും അല്ലെ. ഇനി R⁵ എന്ന് പറഞ്ഞാൽ എന്താ? 5 - 2 എന്ന് വരും അല്ലെ. A⁻m/A⁻n എന്താടാ? A⁻m - n ആണ്. അപ്പൊ ഇവിടെ 5 - 2 R³ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 192/24 ചെയ്ത 8 എന്നാണ് കിട്ടുക. 24 × 8 അല്ലേ 192. സോ R³ is equal to 8 ആണെങ്കിൽ ആറിന്റെ വാല്യൂ എന്തായിരിക്കും? 2 ആയിരിക്കും. കാരണം 2 × ക്യൂബ് അല്ലേ 8. 2 × 2 × 2 ആണ് 8 അല്ലേ. സോ വി ഗോട്ട് ദി വാല്യൂ ഓഫ് R. ഇപ്പൊ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ആറിന്റെ വാല്യൂ ഉണ്ട്. സോ എയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ 10th ടേം എഴുതാൻ പറ്റും. 6 കിട്ടിക്കഴിഞ്ഞാൽ എ എങ്ങനെയാ ഫൈൻഡ് ചെയ്യുക? എടാ രണ്ട് ഇക്വേഷൻസ് കയ്യിലില്ലേ, ഇതിൽ ഏതെങ്കിലും യൂസ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ AR² is equal to 24 എന്നുണ്ട്. AR² 24 ആണ്. 6 നമുക്ക് കിട്ടുകയും ചെയ്തു. 6 2 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? A × 2² 24 ആണ്. അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് എന്താ? 24/2², അതായത് 4. 24/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 6. അപ്പൊ എയുടെ വാല്യൂ എന്താ? 6 ആണ്. എയും കിട്ടി, ആറും കിട്ടി. എയും ആറും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം? ഇവിടെ ചോദിച്ചത് A10 ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? A10 ഫൈൻഡ് ചെയ്യാം. വാട്ട് ഈസ് A10? ഇറ്റ് ഈസ് AR⁻10 - 1, അതായത് 9. സോ AR⁻9 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 6 × R എന്താടാ? 2 ആണ്. സോ 6 × 2⁹9 എന്ന് വരും. 6 × 5 12 എന്ന് വരും അല്ലെ. അതായത് 1024 × 3, അതായത് 3072 എന്ന് വരും കേട്ടോ. ശ്രദ്ധിച്ച് കാൽക്കുലേഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ A10 അല്ലെങ്കിൽ 10th ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് 3072. അപ്പൊ ഇങ്ങനെ ഏതൊക്കെയോ രണ്ട് ടേംസ് ഒക്കെ തന്നു വേറെ ഏതെങ്കിലും ടേം ഒക്കെ ചോദിച്ചാൽ ഈ ഒരു ഡിവിഷൻ കോൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചോളൂ. ക്യാൻസലേഷനിൽ നമുക്ക് ഈ എ ഒക്കെ ക്യാൻസൽ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ക്യാൻസൽ ഒക്കെ ചെയ്ത് 6 ഫൈൻഡ് ചെയ്ത് പിന്നെ എ ഫൈൻഡ് ചെയ്തിട്ടാണ് 10th ടേമിലേക്ക് വന്നത്. അടുത്ത ക്വസ്റ്റനിലേക്ക് നമുക്ക് കിടക്കാം കേട്ടോ. സോ നോക്കിക്കോളൂ. If the common ratio of a GP is -1, then which of the following will be the sum of first 20 terms? ഇതെന്ത് ന്യായ അല്ലെ? കോമൺ റേഷ്യോ മാത്രം വന്നിട്ട് സം ഓഫ് 20 ടേംസ് ചോദിക്കുക. നമുക്ക് അറിയാവുന്നത് എന്താ? ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും തന്നാൽ അതിലൊരു മര്യാദ ഉണ്ട് അല്ലെ. A × R⁻n/R⁻1 എന്ന് പറയുമ്പോൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാൻ നമുക്ക് എയും വേണം ആറും വേണം. പക്ഷെ ഇവര് 6 മാത്രം തന്നിട്ട് 20 ടേംസിന്റെ സമ്മ ചോദിച്ചു. നമുക്കൊന്ന് നോക്കാം. ഓപ്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട് അല്ലെ. സോ വാട്ട് ഈസ് S20? S20 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ പ്രകാരം A × R⁻n/R⁻1 അല്ലെങ്കിൽ A × 1 - R⁻n/1 - R. ഇവിടെ കോമൺ റേഷ്യോ എന്താ? -1, ലെസ് ദാൻ 1 അല്ലെ. നമുക്കൊരു കാര്യം ചെയ്യാം. സെക്കൻഡ് ഇക്വേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ A × 1 - R⁻n/1 - R എന്ന് എഴുതാം. തിരിച്ചെഴുതിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇനി A നമുക്ക് അറിയില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കട്ടെ. R അറിയാലോ, R നമുക്ക് കൊടുക്കാം. സോ ഇവിടെ S20 ആകുമ്പോൾ R⁻n എന്ന് പറയുന്നത് ആക്ച്വലി എന്താ? R⁻20 ആണ്. അപ്പൊ A × 1 - R പകരം -1 കൊടുക്കുക. -1/20 എന്ന് വരും. ഡിവൈഡഡ് ബൈ 1 - again R പകരം -1 കൊടുക്കുക. നോക്കിക്കേ ന്യൂമറേറ്ററിൽ എന്താ സംഭവിക്കുക? A × 1 - -1/20. എന്താ ഈ -1/20? -1ന്റെ ഈവൻ പവേഴ്സ് ഒക്കെ 1 ആണ്. സോ -1/21 ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 1 - 1 എന്നാ കിട്ടുക. ഓക്കെ. സോ ദിസ് ഈസ് ഈക്വൽ ടു 1. ദിസ് ഈസ് ഈക്വൽ ടു 1. നോക്കിക്കേ ദിസ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ 1 - 1 എന്ന് പറഞ്ഞാൽ 0 എന്നാ കിട്ടുക. താഴെ എന്തായിട്ടും കാര്യമില്ല. ഇവിടെ 2 ആണ് താഴെ വരുന്നത്. താഴെ എന്തായാലും നമുക്ക് കുഴപ്പമില്ല. ന്യൂമറേറ്റർ 0 ആണെങ്കിൽ ആൻസർ 0 ആയിരിക്കും. സോ എ കിട്ടിയിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. കാരണം എ എന്തായാലും കോമൺ റേഷ്യോ -1 ആണെങ്കിൽ ഇങ്ങനെയുള്ള ഈവൻ നമ്പർ ഓഫ് ടേംസിന്റെ സം എടുത്താൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഒരു ട്രാക്ക് കിട്ടുന്നുണ്ടോ? കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. സോ S20 നമുക്ക് 0 എന്ന് കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. Consider the GP 3, 6, 12 etc. Which term of this GP is 96? ഈ പറയുന്ന 3, 6, 12 etc. എന്ന് പറയുന്ന GPയുടെ ഏത് ടേം ആണ് 96 എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതായത് ഏതോ ഒരു ടേം ആണ് 96 എന്ന് അറിയാം, പക്ഷെ അത് എത്രാമത്തെ ടേം ആണെന്ന് അറിയില്ല. ദാറ്റ് മീൻസ് AN 96 ആണെന്ന് അറിയാം, പക്ഷെ N അറിയില്ല. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് ഈ അറിയാത്ത N-നെയാണ്. എത്രാമത്തെ ടേം ആണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ആദ്യം അറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? 3, 6, 9 etc. എന്ന് പറയുമ്പോൾ 3, 6, 12 etc. എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം 3 ആണ്. ഇനി കോമൺ റേഷ്യോ എന്താ?
3 into 2 ചെയ്യുമ്പോഴല്ലടാ 6 കിട്ടുക. 6 into 2 ചെയ്യുമ്പോഴാണ് 12 കിട്ടുക. വിച്ച് മീൻസ് കോമൺ റേഷ്യോ 2 ആണ്. എയും ആറും കിട്ടിക്കഴിഞ്ഞാൽ അറിയാവുന്ന കാര്യം ഏതോ ഒരു an 96 ആണ് എന്നറിയില്ല. നമുക്ക് അത് വെച്ചിട്ട് തന്നെ തുടങ്ങാം. സോ an is equal to 96 ആണ്. എന്താ an എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ പ്രകാരം an ar raised to n minus 1 അല്ലേ. സോ ar raised to n minus 1 is equal to 96 എന്ന് നമുക്ക് കൊടുക്കാം. എന്തിനാ അങ്ങനെ കൊടുത്തേ? എയും ആറും ഒക്കെ നമുക്കറിയാം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാമല്ലോ. സോ ഇനി ഞാൻ എക്ക് പകരം എന്ത് കൊടുക്കുകയാണ്? എ എന്ന് പറയുന്നത് 3 ആണ്. സോ എക്ക് പകരം ഞാൻ 3 into ആറിന് പകരം ഞാൻ 2 കൊടുക്കുകയാണ്. 3 into 2 raised to n minus 1 is equal to 96 എന്ന് വന്നു. ഇനി വാട്ട് ഇസ് 2 raised to n minus 1? ഞാൻ ഈ 3 റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്, കാരണം നമുക്ക് വേണ്ടത് n ആണ്. ബാക്കിയുള്ളവരൊക്കെ മെല്ലെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവാണ്. സോ 96 by 3 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 32. 2 raised to n minus 1 32 ആണെങ്കിൽ എന്തായിരിക്കും n minus 1 എന്ന് പറയുന്നത്? ഒന്ന് പറഞ്ഞു. 2ന്റെ ഏത് പവറാണ് 32? എടാ 2ന്റെ 5th പവർ അല്ലേ 32? 2 raised to 4 16 ആണ്. 2 raised to 5 32 ആണ്. വിച്ച് മീൻസ് 2 raised to n minus 1 32 ആണെങ്കിൽ ഈ 32 2 raised to 5 ആണ്. അപ്പൊ നമുക്ക് പറയാം n minus 1 ഉം 5 ഉം ഈക്വൽ ആയിരിക്കും. n minus 1 ഈക്വൽ ടു 5 ആണെങ്കിൽ ന്റെ വാല്യൂ 6 ആണ്. വിച്ച് മീൻസ് 6th ടേം ആണ് ഈ പറയുന്ന 96 എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. നോക്കിക്കേ, the sum of some terms of a GP is 315 whose first term and the common ratio are 5 and 2 respectively. Find last term and number of terms. ക്വസ്റ്റ്യൻ ഇതാണേ, sum of some terms of GP ലാസ്റ്റ് ഇയർ ചോദിച്ചിട്ടുള്ളതാ. കുറച്ച് ടേംസിന്റെ സം 315 ആണ്. എത്ര ടേംസ് ആണെന്ന് അറിയില്ല. എത്രയോ കുറച്ച് ടേംസിന്റെ സം, കുറച്ചെന്ന് പറഞ്ഞാൽ 5 ആണോ 10 ആണോ ഒന്നും നമുക്കറിയില്ല. ഇത്തിരി ടേംസിന്റെ സം 315 ആണെന്ന് മാത്രം അറിയാം. നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് അത് എത്ര ടേംസിന്റെ സം ആണ് എന്നാണ്. അതായത് നേരത്തെ എന്തായിരുന്നു, nth ടേം അറിയാം, പക്ഷെ n എന്താണെന്ന് അറിയില്ല. അതേപോലെ ഇവിടെ സം ഓഫ് n ടേംസ് അറിയാം. Sn എന്ന് പറയുന്നത് 315 ആണ്, പക്ഷെ n എത്രയാണെന്ന് അറിയില്ല. നമുക്ക് ഫൈൻഡ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് ടേമും കോമൺ റേഷ്യോയും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 5 ആണ്, കോമൺ റേഷ്യോ 2 ആണ്. ഇനി Sn 315 ആണെന്ന് അറിയാം അല്ലെ. സോ അതിൽ തന്നെ തുടങ്ങാം. Sn is equal to 315. Sn എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇക്വേഷൻ പ്രകാരം a into r raised to n minus 1 by r minus 1 ആണ്. And it is equal to 315. എക്ക് വരെ എന്ത് കൊടുക്കണം? നമ്മുടെ a 5 ആണ്. സോ 5 into r raised to n എന്ന് പറയുമ്പോൾ 2 raised to n minus 1 എന്ന് വരും. ഡിവൈഡഡ് ബൈ 2 minus 1 is equal to 315. ഡിനോമിനേറ്റർ എന്താടാ? 2 minus 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. സോ എന്താ ഉണ്ടാവുക? 5 into 2 raised to n minus 1 is equal to 315 എന്ന് വരും. അതായത് 2 raised to n minus 1 is equal to 315 divided by 5 എന്ന് വരും. 100ൽ 5 ഒരു 20 ടൈംസ് പോകും. അപ്പൊ 300ൽ 60 ടൈംസ് പോകും. 15ൽ ഒരു 3. സോ 63 എന്ന് വരും അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 raised to n എന്തായിരിക്കും? 63 plus 1 64. എടാ 2 raised to n 64 ആണെങ്കിൽ n എന്തായിരിക്കും? 64 എന്ന് പറയുന്നത് 2ന്റെ പവർ ആണോ? ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 raised to 6. 2 raised to 5 32 ആണെങ്കിൽ 2 raised to 6 64 അല്ലെ. സോ നമുക്ക് എന്ത് പറയാം? 2 raised to n ഉം 2 raised to 6 ഉം ഈക്വൽ ആണ്. വിച്ച് മീൻസ് n ഈക്വൽ ടു 6 ആണ്. സിമ്പിൾ. അപ്പൊ ഇത് രണ്ടും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. nth ടേം തന്നിട്ട് n ഫൈൻഡ് ചെയ്യുക, അതേപോലെ സം ഓഫ് n ടേംസ് തന്നിട്ട് n ഫൈൻഡ് ചെയ്യുക. ആൻഡ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട് അല്ലെ, ഫൈൻഡ് ദി ലാസ്റ്റ് ടേം ആൻഡ് നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് ഇപ്പൊ നമ്മൾ ഫൈൻഡ് ചെയ്തു. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താ? എടാ n ഈക്വൽ ടു 6 എന്ന് പറഞ്ഞാൽ 6 നമ്പർ ഓഫ് ടേംസ് ആണ് ഉള്ളത് എന്ന് അർത്ഥം. അപ്പൊ ലാസ്റ്റ് ടേം ഏതായിരിക്കും? 6th ടേം ആയിരിക്കും. ഒബ്വിയസ്. സോ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത് a6 ആണ്. a6 ഫൈൻഡ് ചെയ്യാൻ നമുക്കറിയാം ar raised to 5 ആണ്. സോ ar raised to 5 and that is equal to what is a? 5 ആണ്. സോ 5 into എന്ത് കിട്ടും? r എന്ന് പറയുന്നത് 2 ആണ്. 5 into 2 raised to 5 എന്ന് വരും. That is equal to 5 into 32 എന്ന് വരും. That is 160. ക്ലിയർ ആണോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് nth ടേമോ എയും ആറും കിട്ടിക്കഴിഞ്ഞാൽ എന്തും നമുക്ക് ഫൈൻഡ് ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ വാല്യൂസ് മാറിയിട്ട് 13/12 പകരം 39/10 എന്നൊക്കെ പറഞ്ഞിട്ടും 21/2 എന്നൊക്കെ പറഞ്ഞിട്ടും ചോദിക്കാറുണ്ട്. ഇതൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് എ GP is 13/12 and the product is -1. ആൻഡ് പറഞ്ഞിട്ടുള്ളത് കോമൺ റേഷ്യോ ആൻഡ് ടേംസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് കോമൺ റേഷ്യോയും ടേംസ് ഒന്നും ഡയറക്ട്ലി തന്നിട്ടില്ല. തന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു GPയുടെ ഫസ്റ്റത്തെ 3 ടേംസിന്റെ സമ്മ് 13/12 ആണ് ആൻഡ് പ്രൊഡക്റ്റ് -1 ആണ്. ആദ്യത്തെ 3 ടേംസിന്റെ സമ്മും തന്നു, പ്രൊഡക്റ്റും തന്നു. അങ്ങനെയാണെങ്കിൽ ടേംസ് ഫൈൻഡ് ചെയ്യാനാണ് ചോദിക്കുന്നത്. പൊതുവേ നമ്മൾ GPയിലെ ടേംസ് എന്ന് പറഞ്ഞാൽ A1 A2 A3 എന്ന് പറയുന്ന ടേംസിനെ നമ്മൾ GP ആയതുകൊണ്ട് എടുക്കാറുള്ളത്
എ ആർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഫസ്റ്റ് ടേം എ ആയിരിക്കും, സെക്കൻഡ് ടേം എ ഇൻറ്റു ആർ, കോമൺ റേഷ്യോ അല്ലെ. അടുത്തത് എ ഇൻറ്റു ആർ സ്ക്വയർ എന്ന് വരും. പക്ഷെ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇങ്ങനെയല്ല ടേംസ് എടുക്കാറുള്ളത്. പിന്നെ എങ്ങനെയാ ഒന്ന് ശ്രദ്ധിച്ചോ, അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മുടെ ജി പിയിലെ ടേംസ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യുക, പക്ഷെ നമ്മൾ ടേംസ് ആയിട്ട് എടുക്കുക എ ബൈ ആർ എ ആർ ആണ്. ഇത് ജി പിയിലെ ടേംസ് ആണോ? ഒബ്വിയസ്ലി യെസ്. ഇവിടുത്തെ ഫസ്റ്റ് ടേം എ ബൈ ആർ ആയിക്കോട്ടെ, ഇൻറ്റു ആർ ചെയ്താൽ എന്ത് കിട്ടും? എ എന്ന് കിട്ടും. എഗെയിൻ ഇൻറ്റു ആർ ചെയ്താൽ എ ആർ എന്ന് കിട്ടും. സോ ഇതും ജി പിയിലെ 3 ടേംസ് തന്നെയാണ്. ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം ആണെന്നേ ഉള്ളൂ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ഇതിന്റെ സ്റ്റാൻഡേർഡ് അത്ര പോരാ, ഈ സ്റ്റാൻഡേർഡാണ് നമുക്ക് നല്ലത്. അപ്പൊ എ ബൈ ആർ എ ആർ എന്ന് നമ്മൾ ടേംസ് എടുക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തതെന്ന് അറിയോ? ഇവിടെ നമുക്ക് 3 ടേംസിന്റെ സമ്മും പ്രൊഡക്റ്റും തന്നിട്ടില്ലേ? ആ പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ ഞാൻ ആദ്യം യൂസ് ചെയ്യാണ്. അതായത് 3 ടേംസ് എ ബൈ ആർ എ ആർ ആണെങ്കിൽ ഇതാണ് എന്റെ ടേംസ്. ഇവരുടെ പ്രൊഡക്റ്റ് -1 ആണെന്നല്ലേ പറഞ്ഞേ? പ്രൊഡക്റ്റ് -1 ആണെങ്കിൽ ഇവരെ മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് -1 എന്ന് കിട്ടണം. അതായത് എ ബൈ ആർ ഇൻറ്റു എ ആർ ഇസ് ഈക്വൽ ടു -1. ക്ലിയർ? എ ബൈ ആർ ഇൻറ്റു എ ആർ -1 ആണെങ്കിൽ നമുക്ക് റൈറ്റ് സൈഡിലെഴുതാം. ക്ലിയർ? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നോക്കിക്കേ, ആറും ക്യാൻസൽ ആവില്ലടാ. ഈ ആറും ക്യാൻസൽ ആയി. ബാക്കി എന്താ ഉള്ളത്? എ ക്യൂബാണ്. എ ഇൻറ്റു എ. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടേംസ് ഇങ്ങനെ എടുത്തത്. പെട്ടെന്ന് 6 അങ്ങ് ക്യാൻസൽ ആവാൻ വേണ്ടിയിട്ട്. മുന്നത്തെ പോലെ എടുത്തിരുന്നെങ്കിൽ അങ്ങനെ കിട്ടില്ല. ആർ ക്യൂബ് എന്ന് വരും. നമുക്ക് ആവശ്യമില്ല. എ ക്യൂബോ ആർ ക്യൂബോ ഒന്നിച്ച് വരും. അതിനെക്കാളും നല്ലത് നമുക്ക് ഈ 6നെ ക്യാൻസൽ ചെയ്താൽ വിൽ ഗെറ്റ് എ ക്യൂബ് ഇസ് ഈക്വൽ ടു -1. എ ക്യൂബ് -1 ആണെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാം എയും -1 ആണ്. -1ന്റെ ക്യൂബാണ് അല്ലെ -1 എന്ന് പറയുന്നത്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് എയുടെ വാല്യൂ കിട്ടി. എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടേംസിനെ ഒന്ന് മാറ്റിയിടാം. എങ്ങനെയാ ടേംസിനെ നമ്മൾ എഴുതുന്നത്? നോക്കിക്കോ, ടേംസ് ആയിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ടേംസ് എ ബൈ ആർ എ ആർ ആണ്. എ എത്രയാ? -1 ആണ്. എ -1 ആണെങ്കിൽ ടേംസ് -1 ബൈ ആർ -1 ഇൻറ്റു ആർ, അതായത് -r. -1 ബൈ ആർ -1 ഇതാണ് നമ്മുടെ ടേംസ് എന്ന് പറയുന്നത്. ഇനി പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തു. എ ഫൈൻഡ് ചെയ്തു, ടേംസിന് ഈ ഒരു ഫോർമാറ്റിൽ എഴുതി. ഇനി ആറും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ടേംസ് കറക്റ്റ് ആയിട്ട് കിട്ടും. 6 കിട്ടാൻ എന്താ വഴി? അടുത്ത ഇൻഫർമേഷൻ എന്താ? സമ്മ് തന്നിട്ടുണ്ട്, 13/12 ആണ്. ഫസ്റ്റ് 3 ടേംസിന്റെ സമ്മ് 13/12 ആണെന്ന് പറഞ്ഞാൽ ഈ 3 ആൾക്കാരുടെ സമ്മ് 13/12 ആണ്. അടുത്ത സ്ലൈഡിൽ നമുക്ക് എഴുതാം. സോ -1 ബൈ ആർ -1 r ഇസ് ഈക്വൽ ടു 13/12. ഈ നെഗറ്റീവിനെ നമുക്ക് കോമൺ എടുക്കാം അല്ലെ? നെഗറ്റീവിനെ കോമൺ എടുത്ത് എന്താ കിട്ടുക? -1 ബൈ ആർ +1 r ഇസ് ഈക്വൽ ടു 13/12 എന്ന് വരും. വേണമെങ്കിൽ ഈ മൈനസിനെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം, കാരണം ലെഫ്റ്റിൽ ശാന്തമായിട്ട് ഇരിക്കട്ടെ, മൈനസ് ഒന്നും ഇല്ലാണ്ട്. സോ 1 ബൈ ആർ +1 r ഇസ് ഈക്വൽ ടു -13/12 എന്ന് വരും. ക്ലിയർ? ഇനി നമ്മൾ എന്താ ചെയ്യാം? ലെഫ്റ്റിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലോ? 1 ബൈ ആർ +1 ചെയ്താൽ നമുക്ക് 1 + r ബൈ ആർ എന്ന് വരും. പ്ലസ് വീണ്ടും ഒരു r ഉണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു -13/12. വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 1 + r ഇൻറ്റു r സ്ക്വയർ എന്ന് വരും. ഹോൾ ഡിവൈഡഡ് ബൈ r ഇസ് ഈക്വൽ ടു -13/12 എന്ന് വരും. ഇത് LCM വെച്ച് ആദ്യം എഴുതാട്ടോ. ഈ സ്റ്റെപ്പ് നിങ്ങളുടെ കംഫർട്ട് പോലെ ചെയ്യാം. സോ ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലെഫ്റ്റും റൈറ്റും നമ്മളൊന്ന് ക്രോസ് ചെയ്യാൻ പോവാണ്. സോ 12നെ ഇങ്ങോട്ട് എടുക്കുന്നു, 6 നമ്മൾ റൈറ്റ് സൈഡിലേക്ക് കൊടുക്കുന്നു. 12 ലെഫ്റ്റിലോട്ട് വന്നാൽ 12 × 1 + r സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് കിട്ടും. 6 റൈറ്റിലോട്ട് പോയാൽ അവിടെ ഓൾറെഡി ഒരു -13 ഉണ്ട്. അയാൾക്ക് ഒരു കമ്പനിക്ക് 6 കൂടി വരും. സോ 12 × 1 + r സ്ക്വയർ ഇസ് ഈക്വൽ ടു -13r എന്ന് കിട്ടും. എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ കിട്ടുക? പറഞ്ഞേ, 12 + 12r. നോക്കിക്കേ, 12 × 1 12, 12 × r 12r + 12 × r സ്ക്വയർ 12r സ്ക്വയർ എന്ന് വരും. ആൻഡ് റൈറ്റ് സൈഡിൽ -13r ഉണ്ട്. നമുക്ക് ഈ -13r ലെഫ്റ്റിലോട്ട് എടുക്കാം, കാരണം അവിടെ ഓൾറെഡി ഒരു 12r എന്ന് പറയുന്ന r ടേം ഉണ്ട്. അവർ ഒന്നിച്ച് നിൽക്കട്ടെ, ഒരേപോലെയുള്ളവരൊക്കെ ഒന്നിച്ച് നിൽക്കട്ടെ, അല്ലെ? എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം? 12r സ്ക്വയർ ആദ്യം എഴുതാം. നമ്മൾ പൊതുവെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ ആദ്യം സെക്കൻഡ് പവർ അല്ലേ എഴുതാറുള്ളത്. ഇനി 12rന്റെ കൂടെ -13r വന്നാൽ ഒന്നിച്ച് അവർ 25r എന്ന് പറയുന്ന വലിയ ആളായിട്ട് മാറി. +12 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് അവിടെ നിൽക്കട്ടെ. സോ 12r സ്ക്വയർ + 25r + 12 ഇസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. ഇനി ഇത് നിങ്ങൾക്കുള്ള പണിയാണ്, ഇത് നിങ്ങൾ സോൾവ് ചെയ്യണം കേട്ടോ. സോ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? -b ± √b² - 4ac/2a വെച്ച് r വാല്യൂ ഫൈൻഡ് ചെയ്യാം. യു ഹാവ് ടു ഫൈൻഡ് ദി വാല്യൂ ഓഫ് r. ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. r വാല്യൂ ഫൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക r ഇസ് ഈക്വൽ ടു -3/4 ആൻഡ് -4/3 എന്ന് പറയുന്ന 2 കേസസ് ആണ്. അപ്പൊ നമുക്ക് a ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, r ഇപ്പൊ കിട്ടി.
എന്തായിരിക്കും നമ്മുടെ ടേംസ്? ടേംസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോ, ടേംസ് നമ്മുടെ ടേംസ് എന്തായിരുന്നു? -1/r -1 -r ആണ് അല്ലെ. സോ -1/r -1 -r. ഇതില് ആറിന്റെ വാല്യൂ ആണ് നമുക്ക് ഇപ്പൊ രണ്ടെണ്ണമായിട്ട് കിട്ടിയിട്ടുള്ളത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആറായിട്ട് -3/4 എടുക്കാം. ആറായിട്ട് -3/4 എടുത്താൽ ഫസ്റ്റ് ടേം -1 -3/4, പിന്നെ സെക്കൻഡ് ടേം -1 -r എന്ന് പറഞ്ഞാൽ -3/4 എന്ന് വരും. അതായത് -1 -3/4 എന്ന് പറഞ്ഞാൽ 3/4 റിവേഴ്സ് ആയിട്ട് 4/3 എന്ന് വരും. മൈനസും മൈനസും കൂടി പ്ലസ് ആയിട്ട് മാറും. സെക്കൻഡ് ടേം -1 ആണ്, ഒരു മാറ്റവും ഇല്ല. ഇവിടെ നെഗറ്റീവും പ്ലസ് ആയിട്ട് 3/4 എന്ന് വരും. ഇതേപോലെ ഞാൻ ആറായിട്ട് -4/3 എന്നെടുത്താൽ എന്താ സംഭവിക്കുക? -1/r എന്ന് പറഞ്ഞാൽ -1 -4/3 എന്ന് വരും. മൈനസും പ്ലസ് ആവും. 3/4 എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ് ആയിട്ട് വരും. സെക്കൻഡ് ടേം -1 തന്നെയാണ്. തേർഡ് ടേം -r എന്ന് പറയുമ്പോൾ -4/3 എന്ന് വരും. മൈനസും പ്ലസ് ആയ 4/3 എന്ന് വരും. നോക്കിക്കേ, സെയിം ടേംസ് ആണ് ആക്ച്വലി. പക്ഷെ 4/3 -1 3/4 എന്ന് പറയുന്നത് ഇവിടെ 3/4 -1 4/3 തിരിഞ്ഞിട്ടാണ് വരുന്നത്. എനിവേസ് ഈ രണ്ട് സെറ്റും ആണ് നമ്മുടെ 3 ടേംസ് എന്ന് പറയുന്നത്. സച്ച് ദാറ്റ് ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു? പ്രൊഡക്റ്റ് -1 ആണ്, സം 13/12 ആണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവരുടെ പ്രൊഡക്റ്റും സമ്മും ആ പറഞ്ഞത് തന്നെയാണോ? അങ്ങനെ ചെയ്തിട്ട് ഉറപ്പ് വെച്ച് നമുക്ക് ആൻസർ ഉറപ്പാന്ന് ഉറപ്പിക്കാമല്ലോ, റൈറ്റ്? അപ്പൊ എനിവേസ് ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചെയ്യുക. അപ്പൊ ഇവിടുത്തെ കീ പോയിന്റ് എന്താ? A/r AR എന്ന് പറഞ്ഞ ടേംസിനെ എടുക്കണം. ആദ്യം പ്രൊഡക്റ്റിന്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്ത് A ഫൈൻഡ് ചെയ്യണം. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെയാണ് നമ്മൾ സമ്മിന്റെ ഇൻഫർമേഷൻ യൂസ് ചെയ്യുക. അവിടെ നിന്ന് നമുക്കൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഫോം ചെയ്യാം. അവിടെ നിന്ന് R ഫൈൻഡ് ചെയ്യാം. Aയും Rഉം കിട്ടിയാൽ പിന്നെ നമുക്ക് എന്തും ഫൈൻഡ് ചെയ്യാം. ഫസ്റ്റ് 3 ടേംസ് നമുക്ക് പുഷ്പം പോലെ എഴുതാം. സോ രണ്ട് കേസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ 3 ടേംസ് ഫൈൻഡ് ചെയ്തു. സച്ച് ദാറ്റ് the sum is 13/12 and product is -1. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കല്ലേ. അപ്പൊ അടുത്ത എപ്പോഴും വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ, നമ്മൾ എല്ലാ ചാപ്റ്ററിനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയില്ലേ, സീക്വൻസിൽ ചിലപ്പോൾ അത് ഇതായിരിക്കും, ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ 888 എക്സ്ട്രാ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 777 ആവാം, അല്ലെങ്കിൽ 666 എക്സെട്ര ആവാം, 444 ആവാം, 333 ആവാം. നമ്പേഴ്സ് മാറും, എക്സാക്ട്ലി സെയിം പാറ്റേൺ, ഒരേ മെത്തേഡ് ഓഫ് ഡൂയിങ് ആണ്. ചെയ്തു തുടങ്ങിയാലോ? അപ്പൊ ഇത് സം ഓഫ് n ടേംസ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. Sn എന്ന് ഞാൻ എഴുതുന്നുണ്ട്. Sn is equal to 8 plus 88 plus 888 plus etc. up to n terms. ആക്ച്വലി ഇതൊരു GP ആണോടാ? നമ്മൾ പഠിക്കുന്ന GP നെ കുറിച്ചാണ്. Is this a GP? അല്ല. 888 എന്ന് പറഞ്ഞ ഒരു കോമൺ നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സംഗതിയൊന്നും അല്ല. This is not a GP. പിന്നെ എന്തിനാ ഇത് GP കൊണ്ടുപോയിട്ട് ഈ ക്വസ്റ്റ്യൻ? GP നമുക്ക് ഇതിന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ GP വെച്ച് ഇത് സോൾവ് ചെയ്യാനും പറ്റും. നമുക്ക് തുടങ്ങാം. എങ്ങനെയാണെന്നറിയോ? ഇതിന് ഏറ്റവും ആദ്യത്തെ പരിപാടി എന്താണെന്നറിയോ? ഈ 888 എക്സെട്ര എന്ന് പറയുമ്പോഴേ എല്ലാ ടേമിലും 8 കോമൺ അല്ലേ? ആ 8നെ അങ്ങ് പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പണി. 777 ആണെങ്കിൽ 7 പുറത്തേക്ക് എടുക്കണം. 666 നാവ് വഴങ്ങുന്നില്ല. 666 എക്സെട്ര ആണെങ്കിൽ 6നെ പുറത്തേക്ക് എടുക്കണം. അങ്ങനെ ആരാണോ കോമൺ അയാളെ പിടിച്ച് പുറത്തേക്ക് ഇടുക. ബാക്കിയെല്ലാം ഒരേപോലെ ആട്ടോ ചെയ്യാം. 8 പുറത്തേക്ക് വന്നാൽ ഫസ്റ്റ് ടേം എന്തായിട്ട് മാറും? 8 എന്ന് പറയുന്നത് 1 ആയിട്ട് മാറും. കാരണം 8 into 1 ആണ് 8. 88 11 ആയിട്ട് മാറും. കാരണം 8 into 11 88 ആണ്. 888 111 ആയിട്ട് മാറും, എക്സെട്ര. n ടേംസ് ആണ് ഉണ്ടാവുക. ഇനി ഒരു സ്റ്റെപ്പ് കൂടി ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താണെന്നറിയോ ചെയ്യുക? 8നെ ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും. അതായത് മൊത്തം ഈ ഒരു സമ്മേഷനെ നമ്മൾ ഒരു 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യും. നമുക്ക് അങ്ങനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും ഡിവൈഡ് ചെയ്യും ചെയ്യാം അല്ലെ. വെറുതെ മൾട്ടിപ്ലിക്കേഷൻ പറ്റില്ല, ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒന്നിച്ച് ചെയ്യാം. കാരണം ഇൻ എഫക്ട് അത് 1 ആയിരിക്കും. സോ 8/9 into ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 111 111 എക്സെട്ര. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ 9 എന്ന് വരും ഫസ്റ്റ് ടേം. കാരണം 1 into 9 9 ആണ്. 11 99 എന്ന് വരും. 111 999 എന്ന് വരും, പ്ലസ് എക്സെട്ര എന്ന് വരും. അതായത് 8ന് നമ്മൾ ബൈ 9 8ന് മാത്രമാണ് കൊടുത്തത്. ഇൻറ്റു 9 നമ്മൾ എല്ലാ ടേംസിനും ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ബൈ 9 അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അതുകൊണ്ടാണ്. സോ 9നെ നമ്മൾ എല്ലാ ടേംസിനും മൾട്ടിപ്ലൈ ചെയ്ത് ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തി. നമ്മളിങ്ങനെ GPയോട് അടുത്തടുത്ത് വരികയാണ് കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ എനിക്ക് എന്ത് എഴുതാന്ന് അറിയോ? ദിസ് ഇസ് ഈക്വൽ ടു 8/9 ഒക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, ഒരു ചേഞ്ചും ഇല്ല. 9 എനിക്ക് എങ്ങനെ എഴുതാം? 10 - 1 എന്ന് എഴുതിക്കൂടെ? എഴുതാം. സോ 9 എന്ന് പറയുന്നത് 10 - 1 പ്ലസ് 99 10 square - 1 അല്ലടാ, കാരണം 100 - 1 ആണ് 99. സിമിലർലി 999 എന്ന് പറഞ്ഞാൽ 10 cube - 1 ആണ്, എക്സെട്ര. ഇപ്പോ GPയിലെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ടോ, എമർജ് ചെയ്ത് വന്നിട്ടുണ്ടോ? നിങ്ങളൊന്ന് നോക്കിക്കേ. യെസ്, വന്നിട്ടുണ്ട്. കാരണം
10 എന്ന് പറയുന്നത്, 10 സ്ക്വയർ എന്ന് പറയുന്നത്, 10 ക്യൂബ് എന്ന് പറയുന്നത്, ഇവരൊക്കെ ഞാൻ ഒന്നിച്ചു വെച്ചാൽ ഇറ്റ് ഫോംസ് എ GP. 10, 10 സ്ക്വയർ, 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? 10, 100, 1000 എക്സെട്ര. അവര് GP അല്ലേ? ആണ്. 10 ഫസ്റ്റ് ടേം ആണ്, കോമൺ റേഷ്യോ 10 ആണ്. അപ്പോൾ GPക്ക് വേണ്ട മരുന്ന് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? 8/9 എഴുതി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 10, 10 സ്ക്വയർ എക്സെട്ര അല്ല ഇവരെ ഒന്നിച്ച് വെക്കുക. അങ്ങനെ എഴുതുന്നതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. സമ്മേഷൻ ഫോം അല്ലേ, നമുക്ക് ഇഷ്ടമുള്ളവർ ഒന്നിച്ച് അറേഞ്ച് ചെയ്യാം. സോ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ 10, 10 സ്ക്വയർ എക്സെട്ര ഇവർക്കൊക്കെ മുന്നിൽ പ്ലസ് സൈൻ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? അവരെ ഒന്നിച്ച് അങ്ങ് പ്ലസ് എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയാണ്. ബാക്കിയുള്ളത് ആരാ? -1, -1, -1 എന്ന് പറഞ്ഞിട്ട് ഓരോ ടേമിലും ഒരു -1 ഉണ്ട്. അങ്ങനെ n ടേംസ് ഉള്ളതുകൊണ്ട് n ടൈംസ് -1 വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? n ടൈംസ് -1 വരാന്ന് പറഞ്ഞാൽ അത് -n ആയിട്ടല്ലേ മാറുക? 1 + 1 + എക്സെട്ര n ടൈംസ് ചെയ്ത n എന്ന് കിട്ടും. അതേപോലെ -1 + -1 + എക്സെട്ര n ടൈംസ് ചെയ്ത -n എന്ന് കിട്ടും. സോ ഇവിടെ എനിക്ക് -n എന്ന് എഴുതാം. ക്ലിയർ? ഇത് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി എന്നറിയോ? മൈനസിനെ കോമൺ എടുക്കുക. അല്ലെങ്കിൽ -1, -1 എക്സെട്ര എന്ന് പറഞ്ഞാൽ മൈനസിനെ കോമൺ എടുത്താൽ 1 + 1 + എക്സെട്ര ആണ്. ഇത് -n എന്ന് എഴുതാം. കാരണം 1 + 1 + എക്സെട്ര എന്ന് പറഞ്ഞാൽ n ടൈംസ് എടുത്താൽ അത് n ആണ്. എനിവേസ് ഈ ഒരു ഫോമാറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നോക്കിക്കേ, വാട്ട് ഇസ് ദിസ്? നമ്മൾ പറഞ്ഞു ദിസ് ഈസ് എ GP. 10, 10 സ്ക്വയർ എക്സെട്ര എന്ന് പറഞ്ഞ GP ആണ്. GPയുടെ സമ്മാണ് ഈ കാണുന്നത്, കാരണം പ്ലസ് 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 എന്ന് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ഇസ് സം ഓഫ് GP? സം ഓഫ് GP a × r⁻1/r⁻1 ആണ്. നമുക്കിവിടെ a 10 ആണ്, r-ഉം 10 ആണ്. നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷനിൽ, അതായത് 8/9 കഴിഞ്ഞ് 10 × 10⁻n−1, അതായത് a × r⁻1/r⁻1 എന്ന് പറഞ്ഞാൽ എന്താ? 10⁻1, ദാറ്റ് ഇസ് 9 മൈനസ് n അവിടെ ഓൾറെഡി ഉണ്ട്. ഇത്ര എഴുതിയ നമ്മുടെ ആൻസർ ആയി. സിമ്പിൾ അല്ലേ? ഇതിൽ വലിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടോ? ആ സ്റ്റെപ്സ് ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ. 8 കോമൺ എടുക്കുന്നു, /9 × 9 ചെയ്യുന്നു. ആ 9 നമ്മൾ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. ഇനി ഓരോ 999കളെയും നമ്മൾ എങ്ങനെ മാറ്റി എഴുതും? 10-1, 10 സ്ക്വയർ -1, 10 ക്യൂബ് -1 എന്ന് പറഞ്ഞ് മാറ്റി എഴുതും. എന്നിട്ടോ 10, 10 സ്ക്വയർ, 10 ക്യൂബ് എക്സെട്ര ഒന്നിച്ചു വെക്കും. -1, -1 എക്സെട്രകൾ നമ്മൾ -n അങ്ങ് ടോട്ടൽ ആയിട്ട് എഴുതും. ആൻഡ് ഇപ്പോഴാണ് നമുക്ക് GPക്കുള്ള ഒരു സ്കോപ്പ് കിട്ടിയത്. GPയുടെ ആ ഒരു സം നമ്മൾ ഏറ്റവും ഫൈനലി ആണ് യൂസ് ചെയ്യുന്നത്. അതുവരെ നമ്മൾ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരികയാണ്. സോ ഫൈനലി നമ്മൾ എന്ത് ചെയ്യും? GPയുടെ സമ്മിന്റെ ഇക്വേഷൻ, ദാറ്റ് ഇസ് 10 × 10⁻n−1/9 അപ്ലൈ ചെയ്യും. ഇത്രയും ചെയ്ത് നമ്മൾ ഫൈനൽ ആൻസർ ആയി. ഇതേ ക്വസ്റ്റ്യൻ 777 എന്ന് പറഞ്ഞു ചോദിച്ചാൽ ഫൈനൽ ആൻസറിൽ 8 പകരം 7 ആയിരിക്കും. 666 ആണെങ്കിൽ ഫൈനൽ ആൻസറിൽ 8 പകരം 6 ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ ഒരു വ്യത്യാസവും ഇല്ല. കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, അടുത്ത ടോപ്പിക് ആണ് ജിയോമെട്രിക് മീൻ. ടോപ്പിക് എന്നൊന്നും പറയാനില്ല, പെട്ടെന്ന് കഴിയും, നമ്മുടെ ചാപ്റ്റർ കഴിയാനായി. വാട്ട് ഇസ് ജിയോമെട്രിക് മീൻ? രണ്ട് നമ്പേഴ്സ് എയും ബിയും, രണ്ട് പോസിറ്റീവ് നമ്പേഴ്സ് എയും ബിയും തന്നാൽ വാട്ട് ഇസ് ജിയോമെട്രിക് മീൻ അറിയോ? GM എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് AB ആണ്. സോ റൂട്ട് ഓഫ് A × B നെയാണ് നമ്മൾ ജിയോമെട്രിക് മീൻ എന്ന് വിളിക്കുക. നമ്മുടെ അരിത്മെറ്റിക് മീൻ എന്തായിരുന്നു? A + B/2. അതേപോലെ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ റൂട്ട് AB ആണ്. ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. 16 and 4 ജിയോമെട്രിക് മീൻ കാണാൻ പറഞ്ഞു. സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക? റൂട്ടിന്റെ ഉള്ളിൽ 16 × 4 എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് റൂട്ട് 64, അതായത് 8. അപ്പോൾ ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ 8 ആണ് കിട്ടി. ഈ ജിയോമെട്രിക് മീനിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 16ന്റെയും 4ന്റെയും ഇടയിൽ ഇതിനെ കൊണ്ടുപോയി ഇൻസേർട്ട് ചെയ്താൽ നമുക്കൊരു GP ആ കിട്ടുക. അതായത് ജിയോമെട്രിക് മീൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ നടുക്ക് വരുന്ന ആളാ. 16ന്റെയും 4ന്റെയും ഇടയിൽ 8 വന്നാൽ ഇതൊരു GP ആണോ? ആണ്. 16 × 1/2 ആണ് 8, 8 × 1/2 ആണ് 4. തിരിച്ചു പറയുകയാണെങ്കിൽ 4 × 2 ആണ് 8, 8 × 2 ആണ് 16. എനിവേസ് നമുക്ക് നടുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന GP ആയിട്ട് മാറുന്ന രീതിയിലാണ് നമുക്ക് GM കിട്ടുക, അല്ലെങ്കിൽ ജിയോമെട്രിക് മീൻ കിട്ടുക. അപ്പൊ റൂട്ട് AB ജിയോമെട്രിക് മീൻ ആണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കാറുള്ളത്, രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ കുറച്ച് നമ്പേഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം such that the resulting sequence is a GP. അതായത് ഏതോ രണ്ട് നമ്പേഴ്സിന്റെ ഇടയിൽ നമ്മളോട് 3 or 4 നമ്പേഴ്സ് ഒക്കെ ഇൻസേർട്ട് ചെയ്യാൻ പറയും. വെറുതെ അല്ല, അവരുടെ ആ ഒരു മൊത്തം സീക്വൻസ് എടുത്താൽ നമുക്കൊരു GP ആയിട്ട് കിട്ടണം. ഓക്കെ, സോ ചിലപ്പോൾ അവിടെ ജിയോമെട്രിക് മീൻസ് ഇൻസേർട്ട് ചെയ്യാമെന്നും പറയാറുണ്ട് കേട്ടോ. ഇവരെ നമുക്ക് ജിയോമെട്രിക് മീൻസ് എന്നും വിളിക്കാം, ഈ ഇൻസൈഡിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന നമ്പേഴ്സിനെ. എനിവേസ് ഇവിടെ തന്നിട്ടുള്ളത് 2, 4, 86 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ആണ്. എത്ര നമ്പേഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം? 4 നമ്പേഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യണം. സോ 2 കഴിഞ്ഞിട്ട് 4 നമ്പേഴ്സ് നമ്മളാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് 486. ഇതാണ് സെറ്റപ്പ്. 2ന്റെയും 486ന്റെ ഇടയിൽ 4 നമ്പേഴ്സ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. GP ആവണം എന്നല്ലേ പറഞ്ഞത്? അപ്പൊ GP ആവുകയാണെങ്കിൽ ഫസ്റ്റ് ടേമിന് എനിക്ക് A എന്ന് വിളിക്കാം. ആൻഡ് പിന്നെ വരുന്നത് 486 അല്ലേ? അതായത് 2 കഴിഞ്ഞ് പിന്നെ 4 പേര് കഴിഞ്ഞിട്ടാ 1, 2, 3, 4, 5, 6th ടേം ആയിട്ടാണ് 486 വരുന്നത്. ക്ലിയർ? സോ A2 ആണ്, 6th ടേം 486 ആണ്. എന്താ 6th ടേം എന്ന് പറഞ്ഞാൽ AR⁵5 ആണ്. AR⁵5 486 ആണ്. ആൻഡ് എയുടെ വാല്യൂ
2 ആണ് നമ്മളിപ്പോ ഫൈൻഡ് ചെയ്തു. സോ 2 into r⁵5 എന്താ 486. അതായത് r⁵5 എന്ന് പറഞ്ഞാൽ 486/2 ദാറ്റ് ഈസ് 243. ആരുടെ ഫിഫ്ത്ത് പവറാ 243? 3യുടെ ആണ്. സോ r⁵5 243 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? r is equal to 3 എന്ന് പറയാം. കാരണം 243 എന്ന് പറഞ്ഞാൽ 3⁵5 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? കോമൺ റേഷ്യോ കിട്ടി. കാരണം ഇത് ഭയങ്കര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതേ ക്വസ്റ്റ്യൻ 1ന്റെയും 256ന്റെ ഇടയിൽ 3 നമ്പേഴ്സ് ഇൻസേർട്ട് ചെയ്യുക, അങ്ങനെ പല രീതിക്ക് ചോദിക്കാറുണ്ട്. ഇതേപോലെയാണ് നമ്മൾ ചെയ്യുക. ഫസ്റ്റ് ടേമിന് എന്ന് വിളിക്കുന്നു, ലാസ്റ്റ് ടേമിന് ഏതാണോ ടേം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ar⁵5 എന്നോ ar⁴ എന്നോ വിളിക്കുന്നു. A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ r നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എയും ആറും കിട്ടിക്കഴിഞ്ഞാൽ GPയിലെ ബാക്കി ടേംസിന് എടുത്തൂടെ? അതായത് r 3 ആണെങ്കിൽ കോമൺ റേഷ്യോ 3 ആയിട്ട് നമ്മൾ ബാക്കി ടേംസ് എഴുതാൻ പോവാണ്. അതായത് സെക്കൻഡ് ടേം എന്തായിരിക്കും? 2 into 3 എന്ന് വരും. കാരണം 3 ആണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ട നമ്പർ. 2 into 3 6 എന്ന് കിട്ടും. ഇനി അടുത്തത് 6 into 3 18 എന്ന് വരും. അടുത്തതോ 18 into 3 എന്ന് വരും. ദാറ്റ് ഈസ് 18 into 3 എന്ന് പറയുമ്പോൾ 54 എന്ന് വരും അല്ലേ? കറക്റ്റ് അല്ലേടാ? ഞാൻ ഈ മൾട്ടിപ്ലിക്കേഷനിലൊന്നും അത്ര അടിപൊളിയൊന്നും അല്ല കേട്ടോ. 54. ആൻഡ് ദെൻ 54 into 3 എന്ന് പറയുമ്പോൾ 150 12 162 എന്ന് വരും. ഫൈനലി 162 into 3 ആണ് 486 എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻസേർട്ട് ചെയ്യേണ്ട നമ്പേഴ്സ് ആരാ? നമ്മുടെ ഫൈനൽ ആൻസർ എങ്ങനെയാ വരിക? ദ നമ്പേഴ്സ് ടു ബി ഇൻസേർട്ടഡ് ആർ 6, 18, 54, 162. ഇതിപ്പോ 4 നമ്പേഴ്സിന്റെ കേസാണ്. ചിലപ്പോൾ 3 ചോദിക്കുള്ളൂ കേട്ടോ. 3ഉം 4ഉം ആണ് ചോദിക്കാറുള്ളത്. 5ലേക്കും കിടക്കാറില്ല, 2ഉം വരാറില്ല. സോ ഇതൊന്ന് പഠിച്ചു വെക്കാം. 3 ആണെങ്കിൽ 1, 2, 3, 4 ഫിഫ്ത്ത് ടേം ar⁴ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതിൽ നിന്നും r ഫൈൻഡ് ചെയ്യുക, ഇതേപോലെ ടേംസ് എഴുതുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇൻഫൈനൈറ്റ് GP ആൻഡ് ഇറ്റ് സമ്മിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു n ടേംസ് ഓഫ് ദി GPയുടെ സമ്മ് നമുക്ക് എടുക്കാൻ അറിയാം. ടേംസ് ഇൻഫൈനൈറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിലോ അവിടെ സമ്മ് കാണാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. S ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ പറയുക. ആൻഡ് S ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു a/1 - r. എസിനേക്കാളും വളരെ എളുപ്പമുള്ള ഒരു ഇക്വേഷൻ ആണ് a/1 - r. ഈ ഇൻഫിനിറ്റ് സമ്മ് എല്ലാ GPക്കും ഒന്നും എക്സിസ്റ്റ് ചെയ്യില്ല കേട്ടോ. 2, 4, 6, 8 എന്നൊക്കെ പറഞ്ഞ് ഇൻഫൈനൈറ്റ് ആയിട്ട് പോവുകയാണെങ്കിലേ നമുക്കൊരിക്കലും അതിന്റെ സമ്മ് ഒരു 10,000 ആണ് 20,000 ആണെന്ന് പറഞ്ഞ് നിർത്താൻ പറ്റില്ല. കാരണം സീക്വൻസ് കൂടി വരിക. അപ്പൊ അവിടെ സമ്മ് ഉണ്ടാവില്ല. ഇൻഫിനിറ്റ് സമ്മ് ഉണ്ടാവുക ഡിക്രീസിങ് ആയിട്ടുള്ള സീക്വൻസിനാണ്. ഞാൻ അധികം അതിലേക്കൊന്നും പോകണില്ല. എനിവേസ് നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, ഇൻഫൈനൈറ്റ് ആയിട്ട് എങ്ങനെയാ സമ്മ് ഫൈൻഡ് ചെയ്യുക, ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മളിങ്ങനെ വാല്യൂസ് കുറഞ്ഞ് 0ലേക്കൊക്കെ പോകില്ലേ, അങ്ങനെയുള്ള ടേംസിനാണ് ഇൻഫൈനൈറ്റ് സമ്മ് കാണുക. അതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. സോ S ഇൻഫിനിറ്റി a/1 - r ആണ്. അവിടെ കോമൺ റേഷ്യോക്ക് കണ്ടീഷൻ ഉണ്ട്. mod r <1 ആവുമ്പോഴാണ് S ഇൻഫിനിറ്റി നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക. നിങ്ങൾ അതൊന്നും ബോധേടാവണ്ട. കാരണം നിങ്ങളോട് ഇൻഫിനിറ്റ് സമ്മ് ചോദിച്ചാൽ അവിടെ എന്തായാലും ഇൻഫിനിറ്റ് സമ്മിനുള്ള സ്കോപ്പ് ഉണ്ടാവുന്നതാണ്. അപ്പൊ ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി. എന്താ ഇക്വേഷൻ? S ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു a/1 - r. ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയാലോ. ഫസ്റ്റ് ടേം എയും കോമൺ റേഷ്യോ 6 ആണെങ്കിൽ a/1 - r ആണ് S ഇൻഫിനിറ്റി. ഫൈൻഡ് ദി സം ഓഫ് ഇൻഫൈനൈറ്റ് ടേംസ് ഓഫ് ദി GP -3/4, 3/16, -3/64 etc. എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ വാട്ട് ഇസ് a? ഫസ്റ്റ് ടേം ആണ്, ദാറ്റ് ഇസ് -3/4. വാട്ട് ഇസ് r? r എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ ആണ്. സെക്കൻഡ് ടേം ബൈ ഫസ്റ്റ് ടേം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ടേമിന് ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സെക്കൻഡ് ടേം വരിക? നോക്കിക്കേ, -3/4 3/16 ആയിട്ട് മാറി. 4 into 4 ചെയ്യുമ്പോഴല്ലേ 16 കിട്ടുക. 3 into -1 ചെയ്യുമ്പോഴല്ലേ 3 എന്ന് കിട്ടും. -3 into -1 ചെയ്യുമ്പോഴല്ലേ 3 എന്ന് കിട്ടുക. ചുരുക്കി പറഞ്ഞാൽ -1/4 ആയിരിക്കും കോമൺ റേഷ്യോ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3/16 ബൈ -3/4 ചെയ്യുക. 3ഉം 3ഉം ഒക്കെ ക്യാൻസൽ ആയിട്ട് -4/16 കിട്ടും. അതായത് -1/4 കിട്ടും. എനിവേസ് നമുക്ക് എയും ആറും കിട്ടിക്കഴിഞ്ഞു. S ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ a/1 - r ആണ്. ആൻഡ് ഇറ്റ് ഈസ് -3/4 ഡിവൈഡഡ് ബൈ 1 - r ന് പകരം -1/4 കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, r -1/4 ആ ഇവിടെ. അപ്പോൾ 1 - -1/4 എന്ന് തന്നെ വരും. ദാറ്റ് ഈസ് -3/4 ഡിവൈഡഡ് ബൈ 1 + 1/4. 1 + 1/4 എന്ന് പറഞ്ഞാൽ എന്താടാ? 4 + 1 5/4 എന്ന് വരും. സോ നമുക്ക് എന്ത് എഴുതാം? 5/4 എന്ന് എഴുതാം. 4ഉം 4ഉം ക്യാൻസൽ ചെയ്താൽ നമ്മുടെ സം എന്ന് പറയുന്നത് -3/5 ആയിരിക്കും. സോ എയും ആറും കിട്ടിക്കഴിഞ്ഞാൽ S ഇൻഫിനിറ്റി അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ a/1 - r ആണ്. പഠിച്ചു വെക്കുക. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇതൊരു ഫണ്ണിന് വേണ്ടി ചെയ്യാം കേട്ടോ. ഇത് എക്സാമിന് വന്നൊന്നുമല്ല. സോ പ്രൂവ് ദാറ്റ് 3/2 into 3/1/4 into 3/1/8 etc. is equal to 3. ഇൻഫൈനൈറ്റ് GP തന്നെയാണ്. നമ്മൾ എങ്ങനെയാ ചെയ്യുക? ഇവിടെ നോക്കിക്കേ, ഇൻഫൈനൈറ്റ് GP എന്ന് പറയുമ്പോൾ ടേംസ് അങ്ങനെ ഒരു ഫോമിലല്ല. 3/2 into 3/1/4 into 3/1/8 etc. 3 ആണ് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് നമുക്കൊന്ന് തുടങ്ങാം. 3/1/2 into 3/1/4 into 3/1/8 into etc. എന്ന് പറഞ്ഞില്ലടാ. ഇതിൽ ഈ പവേഴ്സ് ഇല്ലേ നമുക്ക് ആഡ് ചെയ്ത് എഴുതാം അല്ലെ? കാരണം ഒരേ ആളുടെ ഡിഫറെന്റ് പവേഴ്സ് ആണ്. a⁻m into a⁻n into a⁻j എന്നൊക്കെ പറയുന്ന പോലെ
എയുടെ ഡിഫറെന്റ് പവേഴ്സ് ആകുമ്പോൾ നമുക്ക് പവേഴ്സ് സം ചെയ്ത് എഴുതാം. സോ ദിസ് ഇസ് ആക്ച്വലി 3 raised to 1/2 plus 1/4 plus 1/8 plus etc. ഈ 1/2, 1/4, 1/8ന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഈസ് എ GP. 1/2 into 1/2 ചെയ്താൽ 1/4 ആയി. 1/4 into 1/2 ചെയ്താൽ 1/8 ആയി. സോ 1/2, 1/4, 1/8 etc. എന്ന് പറഞ്ഞാൽ GP ആണ്. GPയുടെ ഫസ്റ്റ് ടേം 1/2 ആണ്. കോമൺ റേഷ്യോയും 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു GPയുടെ ഇൻഫൈനൈറ്റ് സം അല്ലേ, അതായത് പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകുമ്പോൾ ഇൻഫൈനൈറ്റ് സം ആണ് അല്ലെ. സോ S ഇൻഫിനിറ്റി എന്താ? A/1 - R ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 by 1 minus 1/2. 1 minus half എന്താ? ഹാഫ് അല്ലെ. സോ ഹാഫ് ബൈ ഹാഫ് എന്ന് പറഞ്ഞാൽ ആൻസർ 1 എന്ന് കിട്ടും. അതായത് മുകളിൽ എന്താ കിട്ടുക? ഹാഫ് ഈ ഒരു സം എന്ന് പറയുന്നത് 1 എന്ന് കിട്ടും. 3 raised to 1 അല്ലേ 3. സോ ലെഫ്റ്റ് നിന്ന് തുടങ്ങി നമ്മൾ റൈറ്റിലേക്ക് എത്തി. ഇത് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീവ് ചെയ്തോളൂ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ബാക്കി ഒന്നും ഒഴിവാക്കാൻ പാടില്ല, ബാക്കിയൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡയറക്ട്ലി GPയുടെ സമ്മ വരുന്നില്ല, പക്ഷെ എങ്ങനെയാ ഈ ഒരു പവർ എടുത്ത് സമ്മായിട്ട് എഴുതിയാൽ ഇറ്റ് ഇസ് ഇൻഫൈനൈറ്റ് GPയുടെ സം. സോ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇക്വേഷൻ യൂസ് ചെയ്യുന്നു, പവർ 1 ആണെന്ന് കിട്ടുന്നു, അങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അങ്ങനെ പ്രൂവ് ചെയ്യുമ്പോൾ ഒരു രസമല്ലോ, അതുകൊണ്ട് ചെയ്ത കേട്ടോ. റൈറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ, സീക്വൻസസ് ആൻഡ് സീരീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തന്നാലോ? നോക്കിക്കേ, ഇത് നിങ്ങൾക്ക് പറ്റില്ലേ? Find the 12th term of a GP whose 8th term is 192 and common ratios 2. പെട്ടെന്ന് ഇതിന്റെ സൊല്യൂഷൻ ഒന്ന് എഴുതിയിട്ട് കമന്റ് ബോക്സിൽ ഇടുക. തെറ്റാണെങ്കിൽ ഞാൻ കറക്റ്റ് ചെയ്ത് തരും. എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് കറക്റ്റ് ആൻസർ തന്നെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതും എക്സാമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അതായത് nth ടേം എന്താണ്, സം എന്താണ്, ജിയോമെട്രിക് മീൻ എന്താണ്, ഇൻഫൈനൈറ്റ് ടേംസിന്റെ സം എന്താണ് തുടങ്ങി സീക്വൻസ് ആൻഡ് സീരീസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അപ്പൊ നമുക്ക് മറ്റ് വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു സോ മച്ച്.